വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിമാന പദ്ധതി എന്ന് പറഞ്ഞ. നോക്കാം മക്കളെ, എന്താന്ന് നോക്കാം. നമ്മളെ കേരളത്തിലെ ഒരു വസ്തുവിനെ തന്നെ പല പേര് വിളിക്കുന്നവരുണ്ട് അല്ലേ? ഇല്ലേ? ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ പപ്പായയെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇതിനെ കർമൂസ എന്ന് വിളിക്കുന്നവരുണ്ട്, കോമയ്ക്ക എന്ന് വിളിക്കുന്നവരുണ്ട്, ഒപ്പക്കായ എന്ന് വിളിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു വസ്തു തന്നെ പല പേരിൽ അറിയപ്പെട്ടാൽ അത് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ഇത് എന്തായി തീരും? ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ? അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു കൺഫ്യൂഷനും മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാൾ ലിനേയസ് വന്നത്. കാൾ ലിനേയസ് വന്നിട്ട് ഈ പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിമാന പദ്ധതി എന്ന് പറഞ്ഞ. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ? ബൈ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് എന്നുള്ള അർത്ഥമാണ് അല്ലെ? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പദം അല്ലെങ്കിൽ പേര്. അതായത് രണ്ട് പദങ്ങൾ ചേർത്തുകൊണ്ട് ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക? സയന്റിഫിക്കലി നെയിം ചെയ്യുന്ന മെത്തേഡിനെ, സയന്റിഫിക്കലി നെയിം ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ, ആ ഒരു മാർഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിമാന പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് പദം എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളിലെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് അത് ഏത് ജീനസിൽ പെടുന്നു എന്നുള്ളതും രണ്ടാമത്തെ പദം എന്നുള്ളത് ആ വസ്തു ഏത് സ്പീഷീസിൽ പെടുന്നു എന്നുള്ളതുമാണ് എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? എന്താണ് പറഞ്ഞേ? ആദ്യത്തെ പദം, the first word of the scientific name indicate the genus and the second word indicate the species. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ആൾക്കാരുടെ സയന്റിഫിക് നെയിംസ് നമുക്ക് നോക്കാം മക്കളെ. ആദ്യം ഇതാരാ? നമ്മുടെ വിഷുക്കണിയില്ലേ, നമ്മുടെ കണിയൊക്കെ കാണുന്ന കണിക്കൊന്നയുടെ സയന്റിഫിക് നെയിം എന്താ? കാസിയ ഫിസ്റ്റുല എന്നുള്ളതാണ്. കാസിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ സയന്റിഫിക് നെയിം. കാസിയ എന്ന് പറഞ്ഞ ജീനസിൽ നിന്നും ഫിസ്റ്റുല എന്ന് പറഞ്ഞ സ്പീഷീസിൽ നിന്നുമാണ് ആരുള്ളത്? നമ്മുടെ കണിക്കൊന്നയുള്ളത്. ഇതാരാ? നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്ന ആരാണ്? നമ്മുടെ കാക്ക. ഈ കാക്കയുടെ സയന്റിഫിക് നെയിം എന്താ? കോർവസ് സ്പ്ലെൻഡൻസ്. കോർവസ് സ്പ്ലെൻഡൻസ് എന്നാണ് ആരായ നമ്മുടെ കാക്കയുടെ സയന്റിഫിക് നെയിം. ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ സയന്റിഫിക് നെയിംസ് നമുക്ക് നോക്കാം. ഇതാ, ഈ മൂന്ന് ആൾക്കാർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കണിക്കൊന്നയും നമ്മുടെ കോർവസ് സ്പ്ലെൻഡൻസും അതേപോലെ കവും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് മൂന്നും എന്ത് ചെയ്യാം മക്കൾ? മറക്കാണ്ട് പഠിക്കാം. ഓക്കെ, കണിക്കൊന്ന, കാസിയ ഫിസ്റ്റുല, കാക്കയുടെ കോർവസ് സ്പ്ലെൻഡൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ കിങ്ങിണി പശുയുടെ മിൽമ പശു അല്ലെ? മിൽമ പശുയുടെ പേരെന്താ? നമ്മുടെ ബോസ് ടൗറസ് എന്നാണ്. എന്ത്? നമ്മുടെ പശുവിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ബോസ് ടൗറസ് ആണ്. പിന്നെ ആനയെ പേടിയുള്ളവരുണ്ടോ? നിങ്ങൾക്കൊക്കെ പേടിയാണോ? അപ്പൊ ആനയെ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം പേടിച്ചേ പറ്റൂ. എലിഫസ് മാക്സിമസ് എന്നാണ് ആരുടെ പേര്? നമ്മുടെ ആനയുടെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞ. ഓക്കെ, ഇനി രണ്ടാൾക്കാർ നമ്മുടെ പാവം മയില് അല്ലെ? പാവം മയില്. അതുകൊണ്ട് തന്നെ എന്താണ്? പാവോ ക്രിസ്റ്റാസിസ് എന്നാണ് എന്ത്? നമ്മുടെ മയിലിന്റെ എന്താ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞ. ഇത് നമ്മൾ എന്താ? റൈസ് അല്ലേ? ഒറൈസ സെറ്റേവ എന്നാണ് നമ്മുടെ പാഡി അഥവാ നെല്ലിന്റെ സയന്റിഫിക് നെയിം. മക്കളെ, ഞാൻ പറഞ്ഞു ഇതിൽ ഏതാ ഏറ്റവും ഇമ്പോർട്ടന്റ്? ബോസ് ടൗറസ്, നമ്മുടെ പശുവിന്റെ മറക്കരുത്. ബോസ് ടൗറസ്. കോർവസ് സ്പ്ലെൻഡൻസ്, കാക്കയുടെ കോർവസ് സ്പ്ലെൻഡൻസ്. കാസിയ ഫിസ്റ്റുല ഏതാണ്? നമ്മുടെ കണിക്കൊന്ന. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് മക്കൾക്ക് ക്ലിയർ ആയോ? അപ്പൊ മറ്റൊരു കൺസെപ്റ്റുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.